അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രം പൊതുവെ ഭാഗ്യപൂർണമായുള്ള ഒരു നക്ഷത്രമായാണ് കണക്കാക്കുന്നത്. വിശേഷിച്ച് അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്നാം കാലിൽ ജനിക്കുന്നത് വളരെയധികം ഭാഗ്യദായകമാണത്രേ. അവിട്ടം തവിട്ടിലും മുളയ്ക്കും എന്നെല്ലാം ധാരാളമുള്ളതായിരിക്കുന്ന പഴഞ്ചൊല്ലുകളുമുണ്ട്. നല്ല കാര്യക്ഷമതയും കർമ്മകുശലതയും പ്രകടിപ്പിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർ പലതരത്തിലുള്ളതായിരിക്കുന്ന അറിവുകൾ സമ്പാദിക്കുന്നതിലും ബുദ്ധി സാമർഥ്യത്തിലും മുൻപന്തിയിലായിരിക്കും. അല്പം പോലും അഹങ്കാരം കാണിക്കുവാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് അവിട്ടം നക്ഷത്രക്കാർ. കലഹങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. എങ്കിലും അധികാരങ്ങളൊക്കെ വഴങ്ങിക്കൊടുക്കുവാൻ ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. പൊതുവെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. സാമൂഹ്യ ജീവിതം ഇഷ്ടപ്പെടുന്ന വ്യക്തികളായതുകൊണ്ട് ഇവർക്ക് എളുപ്പത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കുവാൻ സാധിക്കും. ഇവരിൽ മിക്ക വ്യക്തികളും പ്രശസ്തിയും അംഗീകാരവും നേടുകയും ഉയർന്ന പദവിയിൽ എത്തിച്ചേരുകയും ചെയ്യും. കലാവാസന ഇവരുടെ നല്ലൊരു പ്രത്യേകതയാണ്. സംഗീതത്തിൽ ഇവർക്ക് നല്ല അഭിരുചിയും ഉണ്ടായിരിക്കും. കാര്യക്ഷമമായി സംഗീതം അഭ്യസിക്കുകയാണെങ്കിൽ അതുനിമിത്തം ധനവും അംഗീകാരവും നേടുവാനും ഇവർക്ക് യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന പ്രയാസവും ഉണ്ടായിരിക്കില്ല. അതുപോലെ ശാസ്ത്രീയവും ചരിത്രപരവുമായ അറിവുകളിലും ഇവർ മുൻപന്തിയിലായിരിക്കും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച അധികം പേരും മെലിഞ്ഞ് നീണ്ട പ്രകൃതക്കാരായിട്ടാണ് കണ്ടുവരുന്നത് എങ്കിലും അപൂർവം ചിലരിൽ നല്ല പുഷ്ടിയുള്ള ശരീരക്കാരും കാണപ്പെടുന്നുണ്ട്. ഉത്സാഹവും പ്രായോഗിക ബുദ്ധിയും കൂടുതലായി പ്രകടിപ്പിക്കുന്ന ഇവർക്ക് മറ്റുള്ള വ്യക്തികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും അസാധാരണമായിരിക്കുന്ന കഴിവുണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ ഇവർക്ക് താല്പര്യമുണ്ടാകില്ലെങ്കിൽ തന്നെയും ശത്രുക്കളോട് ക്ഷമിക്കുവാൻ ഇവർ ഒരിക്കലും തയ്യാറാകില്ല. മാത്രമല്ല, സന്ദർഭം കിട്ടിയാൽ പ്രതികാരം ചെയ്ത് വൈരാഗ്യം തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സ്വന്തം കഴിവിലും പരിശ്രമത്തിലും ജീവിക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം. സ്വന്തം ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടി തന്ത്രപൂർവം പ്രവർത്തിക്കുന്ന ഇവർ ലക്ഷ്യം നേടിക്കഴിയുന്നതുവരെ അതിൽ നിന്ന് പിന്മാറുകയുമില്ല. അതിനുവേണ്ടി എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിക്കുവാനും ഇവർ തയ്യാറാക്കും. എന്ത് കാര്യമായാലും ശരി, അഭിമാനത്തിനെ ക്ഷതപ്പെടുത്തുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. ഗൂഢബുദ്ധിമാന്മാരായിരിക്കുന്ന ഇവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവും അസാധാരണമായി ഉണ്ടായിരിക്കും. വളരെ പാവങ്ങളായും സാധുക്കളായും പുറമേ ഭാവിക്കുന്ന ഇവർ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന വ്യക്തികളാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാത്തവരുമായിരിക്കും അവിട്ട നക്ഷത്രജാതർ. വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെയായാലും ശരി, ഇവരുടെ ബുദ്ധിസാമർഥ്യം പ്രശംസനീയമായിരിക്കും എന്നതിൽ യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന സംശയവും വേണ്ട. എതിരാളികളുമായുള്ള ഏറ്റുമുട്ടലുകളിലും വാദപ്രതിവാദങ്ങളിലും അതിശയകരമായ വിജയവും ഇവരെ അനുഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യേണ്ടി വരുന്നതായ എല്ലാ കാര്യങ്ങളിലും ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ശുദ്ധത കൊണ്ടും കലർപ്പില്ലാത്ത വിശ്വാസം കൊണ്ടും മറ്റുള്ളവരിൽ സമർപ്പിക്കുന്ന സ്വഭാവം കൊണ്ടും ഇവർക്ക് പലപ്പോഴും പലതരത്തിലുള്ളതായിരിക്കുന്ന അപകടങ്ങളും വന്നു ചേരും. കുടുംബക്കാരെ കൊണ്ട് ഇവർക്ക് പൊതുവെ സാരമായുള്ള ഗുണങ്ങളൊന്നും തന്നെ ലഭിക്കാറില്ല. എന്നാൽ പങ്കാളിയിൽ വിളങ്ങിക്കാണുന്ന ഗുണങ്ങൾ ആ കുറവുകളെയെല്ലാം തന്നെ പരിഹരിക്കുന്നതാണ്. ഇവർ വലിയ ആരോഗ്യവാന്മാരുമൊന്നും ആയിരിക്കില്ലെങ്കിൽ തന്നെയും ആരോഗ്യ ഭീരുക്കളല്ല എന്നതാണ്. സ്വന്തം ഭരണസീമയിൽപ്പെട്ട കുടുംബത്തിൻ്റെ നേതൃത്വവും പ്രമാണിത്വവും മിക്കവാറും ഇവർ തന്നെയാകും വഹിക്കുക. കുടുംബജനങ്ങളെ കൊണ്ട് മിക്കവാറും മനക്ലേശവും ഇവർക്കുണ്ടാക്കും. ഏകദേശം 24 വയസ്സ് മുതൽ ഇവർ സ്വതന്ത്രമായ പ്രവർത്തന രംഗത്തെ പുരോഗമിക്കാറുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളും കുഴപ്പങ്ങളും ഇവരെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല. ഏതെങ്കിലും ഒരു കാരണവശാൽ മനസ്സ് വിഷമിപ്പിക്കുക എന്നുള്ളത് കൂടെയുള്ള ഇവരുടെ അനുഭവമായിരിക്കും. പക്ഷേ അവയെയെല്ലാം തന്നെ ബുദ്ധിപൂർവം തരണം ചെയ്ത് മുന്നേറുവാനും ഇവർക്ക് കഴിയുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ വിവേകമുള്ളവരും തൻ്റെയുടെ സ്വഭാവക്കാരും ആയിരിക്കും. ഗാർഹിക രംഗത്തിലും ഔദ്യോഗിക രംഗത്തിലും അസൂയാർഹമാകും വണ്ണം ശോഭിക്കുവാനും ഇവർക്ക് സാധിക്കും. വൈരാഗ്യചിത്തരായ ഇവർ ആരോഗ്യത്തെ പറ്റിയൊന്നും വകവയ്ക്കാതെ പണിയെടുക്കുന്ന വ്യക്തികളുമായിരിക്കും.
ഇവർക്ക് ഏകദേശം 3 വയസ്സ് വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം ബാലാരിഷ്ടത നിറഞ്ഞ സമയമായിരിക്കും. 3 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയ കാലഘട്ടം ഗുണദോഷ മിശ്രമായിരിക്കുന്ന സമയമാണ്. 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ളായിരിക്കുന്ന കാലഘട്ടമാണ് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയ കാലഘട്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വിവാഹം, സൽസന്താന പ്രാപ്തി, പുതിയ ഗൃഹനിർമ്മാണ യോഗം, വിശേഷ വാഹനാഭിവൃദ്ധി, വിശേഷ സ്ഥാനമാന ലബ്ധി തുടങ്ങി അനവധി ഭാഗ്യഗുണങ്ങൾ ഈ സമയത്തിൽ അനുഭവമാകും. 37 വയസ്സിന് ശേഷം 56 വയസ്സ് വരെയുള്ള കാലഘട്ടവും ഗുണദോഷ മിശ്രമായിരിക്കുന്ന സമയമാണ്. 56 വയസ്സിന് ശേഷം സമാധാനപൂർണമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക. അവിട്ടം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് പൂരുരുട്ടാതി, രേവതി, ഭരണി എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് വ്യാഴൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദശാകാലങ്ങൾ ദോഷപ്രദമായിരിക്കുന്ന സമയമായതുകൊണ്ട് ഈ സമയത്തിൽ വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. മകീരം, ചിത്ര, അവിട്ടം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്. അവിട്ടം നക്ഷത്രവും ചൊവ്വാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയായതുകൊണ്ട് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നടത്തുന്നതും ഗുണം ചെയ്യും. ജാതകത്തിലെ ഓജരാശിയിൽ ചൊവ്വ നിൽക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ സുബ്രഹ്മണ്യനെയും, യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുന്നതാകും കൂടുതൽ ഉചിതം. രാശിയുടെ അധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നതും ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും ഗുണകരം തന്നെയാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ ജന്മവൃക്ഷം വന്യയാണ്. നല്ല ആളാണ് മൃഗം, മയിൽ, പക്ഷി, അസുരഗണം, സ്ത്രീയോനി, വസുക്കളാണ് താരദേവത. അവിട്ടം നക്ഷത്ര ജാതരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യ 9 ഭാഗ്യദിവസം ചൊവ്വാഴ്ചയാണ്. ഭാഗ്യദിക്ക് തെക്ക്, ഭാഗ്യനിറം ചുവപ്പ്, കറുപ്പ്, കടുന്നീല. അനുകൂലമായിരിക്കുന്ന രത്നം പവിഴമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. നന്ദി, നമസ്കാരം.